ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. മഹാലക്ഷ്മിയുടെ പേര് കേൾക്കുന്നത് തന്നെ കണ്ണനെ സംബന്ധിച്ച് വെറുപ്പാണ് എന്നെല്ലാം വിശ്വസിക്കുന്ന ശത്രുക്കൾക്ക് ഇനി മഹാലക്ഷ്മിയുടെ കണ്ണീര് കണ്ട് അവളെ തിരികെ കമലേശ്വരത്തേക്ക് തന്നെ അവൻ കൂട്ടിക്കൊണ്ടു വരുമോ എന്നൊരു ഉൾഭയമുണ്ട്. എന്തായാലും കണ്ണൻ ഈ ജന്മം ഒരു കുഞ്ഞുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൻ തയ്യാറാകുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാതിയെ കൊണ്ട് കണ്ണനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി പൊളിയും. മഹാലക്ഷ്മി ഒരിക്കലും ഇനി കണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പടിയിറങ്ങിപ്പോയവൾ ഒരു കാരണവശാലും തിരികെ വരരുത് എന്നും അവർ കണക്ക് കൂട്ടുന്നു. അതിനിടയിലാണ് മുറിവൊക്കെ ഭേദമായിട്ട് മഹാലക്ഷ്മി കമ്പനിയിലേക്ക് തിരികെ എത്തുന്നത്. അവിടെ വെച്ച് ഉണ്ണി മഹിയോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ കണ്ണേട്ടൻ്റെ ജീവിതത്തിലില്ല, അതുകൊണ്ട് തന്നെ കമ്പനിയും നിങ്ങൾ ഭരിക്കണ്ട എന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും തന്നോട് കമ്പനിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവരോട് തിരിച്ച് ഇറങ്ങിപ്പോകാൻ പറയണമെന്ന്. അത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ മഹി പറയുന്നുണ്ട്, ഈ കമ്പനിയും സ്വത്തുക്കളും ഉൾപ്പെടെ കണ്ണേട്ടൻ്റെ 3/4 ബിസിനസ്സും എൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഈ കമ്പനിയിൽ നിന്നെ നിലനിർത്തണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അതുകൊണ്ട് നിന്റെ ഭരണമൊന്നും കമ്പനിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവും ആ നാടകത്തിന് കൂട്ടി നിന്നുകൊണ്ട് ഉണ്ണിയെ കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാണം കേട്ട് ഉണ്ണി ഇറങ്ങി പോകുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയും മഞ്ജുവും. ഏട്ടത്തി ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ നിൽക്കണം. ഇതിൻ്റെ ക്ലൈമാക്സിൽ കണ്ണേട്ടൻ ഏട്ടത്തിയും വേറെ പിരിഞ്ഞിട്ടില്ല എന്നറിഞ്ഞാൽ അവരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ശേഷം ഉണ്ണി പ്രതാപൻ്റെയും മേഘൻ്റെയും അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ അവരെ ഉപേക്ഷിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കമ്പനി ഉൾപ്പെടെ എല്ലാം അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കാറായിട്ടില്ല. അവരുടെ കയ്യിൽ നിന്നും അതെല്ലാം തിരികെ വാങ്ങണം, എങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കൂ എന്ന് പറയുമ്പോൾ കണ്ണൻ അവളും നിയമപരമായിട്ട് വിവാഹം മോചനം നേടണം. എങ്കിൽ മാത്രമേ അതെല്ലാം കണ്ണനിൽ തന്നെ വന്നു ചേരൂ. പിന്നെ എന്തായാലും കോടതി കാര്യമല്ലേ, സ്വത്തിനോടും പണത്തിനോടൊക്കെ ആർത്തിയുള്ള അവൾ ചിലപ്പോൾ ജീവനാംശം ചോദിക്കും. കണ്ണനെല്ലാം കൊടുക്കേണ്ടി വരും. ഒരിക്കൽ അവൻ കൈവെള്ളയിൽ കൊണ്ടുവച്ച് നടന്ന അവളോട് കണ്ണന് ചിലപ്പോൾ സഹതാപവും തോന്നും എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ മുന്നിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുക, എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നമുക്ക് കിട്ടൂ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, എത്ര തവണ നമ്മൾ അവളെ കൊല്ലാൻ വേണ്ടി ആളുകളെ അയച്ചു, എന്നിട്ട് വല്ലതും നടന്നോ? അവൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, അതിനൊരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ മേഘനോട്. തുടർന്ന് ഉണ്ണി കേൾക്കാതെ പ്രതാപൻ മേഘനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ്റെ അച്ഛനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ കണ്ണനെ വീൽ ചെയറിൽ തളർത്തിയിട്ടത് ആ ടിപ്പർ ഓടിച്ചിരുന്നത് ഞാനാണ്. വാമേട്ടന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ആ ടിപ്പർ ഉപയോഗിച്ച് മഹാലക്ഷ്മിയെയും നമുക്ക് പരലോകത്തേക്ക് പറഞ്ഞു വിടാം. അതുമാത്രമല്ല, കണ്ണൻ്റെ അച്ഛനെ കൊന്നതും അവനെ കാലിന് സ്വാധീനമില്ലാതാക്കിയതും ആ ടിപ്പർ ഓടിച്ചിരുന്നത് ഞാനാണെന്ന് അറിയാവുന്ന ഏക സാക്ഷിയും അവളാണ്. അവൾ ഇല്ലാതാകുന്നതോടെ ആ രഹസ്യവും ഇല്ലാതാകും. ഇല്ലെങ്കിൽ അവൾ ഏത് നിമിഷവും അത് കണ്ണനെ അറിയിക്കും. അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയാലോ മേഘ. ഞാനും നിൻ്റെ അച്ഛനും ഒക്കെ പിന്നെ ജയിലിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് അവളെ തീർത്തേ പറ്റൂ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇപ്പോൾ അവൾ കമ്പനിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവളെ ടിപ്പർ ഇടിപ്പിച്ച് തെറിപ്പിക്കണം. ഒരു ആക്സിഡൻറ്റ് ആണെന്ന് മാത്രമേ ആർക്കും തോന്നാവൂ. പിന്നെ അവളുടെ പേരിലുള്ള കണ്ണൻ്റെ സ്വത്തൊക്കെ കണ്ണനിൽ തന്നെ വന്നു ചേരും. മാത്രമല്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഇല്ലാതാകും എന്ന് പ്രതാപൻ പറയുമ്പോൾ, സമ്മതിച്ചു അങ്കിളുടെ ബുദ്ധി അപാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനും പ്രതാപനും കൂടി സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ഉണ്ണിയെയും പ്രതാപനും മേഘനും ചേർന്ന് തൻ്റെ പദ്ധതി അറിയിക്കുന്നു. അപ്പോൾ ഉണ്ണിക്കും അത് 100 വട്ടം സമ്മതമാവുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ ടിപ്പർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ ഒന്നടങ്കം ഒരുമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു വാടക കൊലയാളിയെ കൊട്ടേഷൻ കൊടുത്ത് പ്രതാപൻ ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമ്പനിയിലേക്ക് പോകുന്ന മഹാലക്ഷ്മിയുടെ കാറിനെ പിന്തുടർന്ന് പോകുന്നുണ്ട് ആ ടിപ്പർ. അതിനിടയ്ക്ക് വെച്ച് ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന പോലെ മഹാലക്ഷ്മിയുടെ കാറ് ഇടയ്ക്ക് വെച്ച് നിന്നു പോവുകയും, പക്ഷേ മഹാലക്ഷ്മിയുടെ ദുരന്തം നേരിൽ കണ്ട് സന്തോഷിക്കാനായിട്ട് പുറകെ ചെന്ന് ഉണ്ണിയുടെ കാറിന് നേരെ ആ ടിപ്പർ പാഞ്ഞു കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ണിക്ക് ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്.
അങ്ങനെ കണ്ണൻ്റെ അച്ഛനെ കൊലപ്പെടുത്തി കണ്ണൻ്റെ കാലുകൾ തളരാനായിട്ടും കാരണക്കാരനായ പ്രതാപന് ഇപ്പോൾ മഹാലക്ഷ്മിയും ടിപ്പർ എടുപ്പിച്ച് കൊലപ്പെടുത്താനായിട്ട് നോക്കി. അങ്ങനെ ഉള്ള പ്രതാപന് സ്വന്തം മരുമകൻ്റെ തന്നെ മരണത്തിന് സാക്ഷിയാവേണ്ടി വരുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്